പാത്തുവത്ത എങ്ങനെയുണ്ട്? സുഖമുണ്ട് നിങ്ങൾക്ക്? ഒരാക്കം കിട്ടണില്ല. എന്നെ ഇത് കൂടെ എത്തിക്കോ ആകണമാർക്ക്. ആകെ ഒരു കടച്ചിലും ഇതൊക്കെ എത്താ അറിയണില്ല തന്നെ. ഞാൻ വേഗിച്ചണ്ടെന്നാലേ നമുക്ക് പോകല്ലേ, ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ? പോകാം. വിജയ് ഫോണില്ല, കുഞ്ഞോളെ നമ്പർ ഒന്ന് കുത്തി തരൂ. ഓളിപ്പം വിളിച്ചിട്ട് കുറച്ച് സഹിക്കണം. എത്താ അറിയില്ല. ചോളെ കാണാൻ പൂതിയാകുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടീനെ കാണാൻ വഹിച്ചില്ലെങ്കിലോ? കുഞ്ഞോക്കെ ഞാൻ വിളിച്ചെന്ന ചെന്നീല് കുത്തി തന്ന അടിയുന്നുണ്ടടി. ബെല്ല് അടിയുണ്ട്. ഹലോ കുഞ്ഞോളെ, ജമീലാത്താണേ. പിന്നെ അമ്മക്ക് തീരെ സുഖമില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിക്കാണ്. ഇജ്ജ് എന്നാലും ഒന്ന് വരുവോ? അതിപ്പം അമ്മ വിളിച്ചാൻ പറഞ്ഞത് എന്നെ കാണണം പറഞ്ഞാണ്ട്. ഇപ്പൊ വരാൻ കഴിയും തോന്നണില്ല. ഇപ്പൊ തൽക്കാലം നിങ്ങൾ കൊണ്ടുപോയിക്കോളി ഹോസ്പിറ്റലിൽ. നിങ്ങൾ ഉമ്മാക്കൊന്ന് ഫോൺ കൊടുത്താണ്. കൊടുക്കാം. കുഞ്ഞോളെ, ഉമ്മാക്ക് ലജ്ജടി. ഒന്ന് വരുവോ? എന്നെ കാണാൻ പൂതിയാകുന്നുണ്ട് ഉമ്മാക്ക്. എനിക്കിപ്പോ വരാൻ കഴിയും തോന്നുന്നില്ല അമ്മ. നിങ്ങൾക്ക് അറിയാലോ വെടുത്തത്. ഞാൻ ഇവിടുന്ന് പോന്നാ അപ്പൊ ശരിയാകൂല. നിങ്ങളിപ്പോ തൽക്കാലേ അവിടെ ഇപ്പൊ ആരാ, ജമീലാത്ത ആരല്ല, ചോലൊപ്പം പോയിക്കോളി. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോ വരണ്ട്. ഓക്കെ. അവിടെ എന്തൊക്കെയോ തിരക്കും ഇതൊക്കെ ഉണ്ടോ? പറഞ്ഞിട്ടും കാര്യമില്ല. ഓനും കുട്ടികളൊക്കെ നോക്കാനുള്ളതല്ലേ. ഓളവിടെ നല്ല തിരക്കിലേക്കാരും. ഇപ്പൊ വരാൻ കജ്ജലുണ്ടാവൂല. ഓക്ക് ഒഴിവുണ്ടാവുമ്പോ വന്നോട്ടെ. നമ്മക്ക് ഏതായാലും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വൈകിച്ചണ്ട. ഞാൻ മാനുവിനെ ആരെങ്കിലും വണ്ടി എടുക്കാൻ പറയട്ടെ. നമുക്ക് വേഗം പോകട്ടെ താത്ത. നീ വൈകിച്ചാലേ ശരിയാകൂല. കുഞ്ഞാളൊന്നും മരിച്ചതിന് മുമ്പ് കണ്ടാ മതി. എത്ര ദിവസം എന്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ട്. അല്ലക്ക നിങ്ങൾ കയറുന്നില്ല? ഇല്ലടി, ഞാൻ ആ ബ്രോക്കറെ കാണാന്ന് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുമ്പോ. പിന്നെ ആ പാർട്ടിനെ ഒരു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇവിടെ ഒക്കെ ക്ലീൻ തന്നെ അല്ലേ? എന്താ അവസ്ഥ? ഇവിടെ ക്ലീൻ തന്നെയാണ്. സെക്കിനകത്ത് ഇടക്ക് വന്ന് ക്ലീൻ ആക്കണതല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യം, അങ്ങനത്തെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒന്ന് എടുക്കണം. അല്ല, ഫർണിച്ചർ എന്താ ചെയ്യാ? ആദ്യം പാർട്ടി വരട്ടെ. നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വിൽക്കുകയല്ലേ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാ അങ്ങനെ കാട്ടാം. എന്നാ ഈ പോയിട്ട് എന്റെ പണി എന്താ വെച്ചാ ചെയ്തു. ഞാൻ പോയി തപ്പട്ടെ എന്തൊക്കെ എവിടേക്ക് ഒന്നും അറിയില്ല. ചെതലൊക്കെ ചെതലും കാര്യം ഉണ്ടാവില്ല. ഇവിടെ ഇടയ്ക്ക് ക്ലീൻ ആക്കണെന്നാ പറഞ്ഞത്. അല്ല, വീടിന്റെ കീ ഉണ്ടോ? കീ അവിടെ എവിടെ വെച്ചെന്ന് പറഞ്ഞത്. എന്നോട് വിളിച്ചോക്കാം. എന്നാ ഞാൻ അങ്ങനെ കാട്ടിക്കോ. ഞാൻ ഏതായാലും പോയി വരാം. തിരിച്ചു പോകും വേണ്ടേ? പോയി വരും. ചാവി ഇവിടെയാണല്ലേ വെച്ചത്. എന്തൊക്കെയാണ് ആ അവസ്ഥ? ഇടക്കിടക്ക് ഇവിടെ അടിച്ചേരി കൊടുക്കുകൊണ്ട് കുറച്ചൊരു വൃത്തിയുണ്ട്. സെക്കിനകത്ത് എപ്പോഴാ വരലാവോ? അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് റെഡി ആക്കിയാൽ മതി. എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ല, ഡോക്യുമെന്റ്സിന്റെ ഒക്കെ. എന്തൊക്കെയാണോ നോക്കട്ടെ. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിലുണ്ടല്ലോ. ഇതേതായാലും നന്നായി. ചെറുപ്പത്തത് വരെ ഉണ്ട്. ഏതൊക്കെ ഒരു ബുക്ക്. ഡയറി. ഡയറി ഒക്കെ എഴുതിനു. എന്തായാലും ഫസ്റ്റ് തന്നെ നോക്കാം. ഇന്ന് എന്റെ കാക്ക ഞങ്ങളെ വിട്ടുപോയി.
എൻ്റെ ലോകം തകർന്നു. പക്ഷെ എൻ്റെ മകളുടെ മുന്നിൽ ഞാൻ കരഞ്ഞില്ല. അവൾക്കിനി ഞാനാണ് ഉപ്പയും ഉമ്മയും. ഇന്ന് കുഞ്ഞോള് ജനിച്ചു. ആദ്യമായി അവളെ കയ്യിലെടുത്തപ്പോൾ എൻ്റെ ലോകം മുഴുവൻ മാറിയതായി തോന്നി. ഇന്ന് അവൾ ആദ്യമായി ഉമ്മ എന്ന് വിളിച്ചു. ആ ഒരു വാക്കു കേൾക്കാൻ ഞാൻ എത്ര കാലം കാത്തിരുന്നു. ഇന്ന് അവൾ ആദ്യമായി സ്കൂളിൽ പോയ ദിവസമായിരുന്നു. അവൾ കരഞ്ഞില്ല, പക്ഷെ വീട്ടിലെത്തി ഞാൻ കരഞ്ഞു. ഇന്ന് അവൾക്ക് പനി വന്നു. രാത്രി മുഴുവൻ ഞാൻ അവളുടെ കിടക്കക്കരികിലിരുന്നു. സ്കൂളിൽ ഫീസ് അടക്കാൻ പണമില്ലായിരുന്നു. എന്റെ കമ്മല് വിറ്റ് ഫീസ് അടച്ചു. അവൾ ഇതൊന്നും അറിയരുത്. രാത്രി മുഴുവൻ മെഷീൻ അടിച്ച് എന്റെ മകൾക്ക് ഒരു കുറവും വരരുത്. ഇന്ന് കുഞ്ഞോൾ എന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായില്ല. അവൾ വലിയവളാവുകയാണ്, എന്നാലും അവൾ എൻ്റെ കുഞ്ഞു തന്നെയാണ്. ഇമ്മ, അവളെ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയ കോലം കണ്ടില്ലേ? എന്തേ ഇപ്പം? ഇതല്ല ഞാൻ പറഞ്ഞത്. എന്റെ കുഞ്ഞോളേജ് പറഞ്ഞ ആ ഡ്രസ്സിനൊക്കെ എമ്മായിരിക്കത്തെ വിലയാണ്. നിങ്ങൾക്ക് അറിയായിട്ടല്ലേ, പൈസ നോക്കി നിൽക്കുകയാണല്ലേ. ഒരു ഇത്തിരി പൈസ അയക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് വാങ്ങിക്കൂടെ? നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ലേ ഏതാണെന്നുള്ളത്. അതിനിപ്പോ ഇതിനെത്താ ഇപ്പൊ കുഴപ്പമുള്ളത്? എന്തോ ഒരു ചൊറുക്കുണ്ടത്. നിങ്ങൾക്ക് ഇത് അത്ര പറ്റി നിങ്ങളാണ് ഇട്ടോളി, എനിക്ക് വേണ്ട. ചെറുപ്പേ, ഓരോ കാര്യങ്ങളും നോക്കണ്ടേ. ഇന്ന് എന്റെ മോളെ മറ്റൊരു വീട്ടിലേക്ക് അയക്കുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ചിരിച്ചു, പക്ഷെ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. അവൾ സന്തോഷത്തോടെ ജീവിക്കണം, അതാണ് എന്റെ ദുആ. ഇന്ന് ആശുപത്രിയിൽ പോയി. ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞു. എന്റെ ആരോഗ്യം പഴയതുപോലെയല്ല. കുഞ്ഞോളെ കാണാൻ കൊതിയുണ്ട്, പക്ഷെ അവൾ തിരക്കിലായിരിക്കും. മരിക്കുന്നതിന് മുമ്പ് എന്റെ മോളെ ഞാൻ കാണില്ലേ. ഞാൻ എല്ലാ രാത്രിയും എന്റെ മോൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. മോളെ, നിന്റെ ഉപ്പ പോയ ദിവസം ഞാൻ തകർന്നു പോയിരുന്നു, പക്ഷെ നിന്നെ നോക്കി ജീവിക്കാൻ പഠിച്ചു. മോളെ, ഞാൻ നിനക്കൊപ്പമില്ലെങ്കിലും ഓരോ ദുആയിലും നിന്നെ അള്ളാഹുവിനോട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എന്റെ ഹൃദയം മിടിച്ച ഓരോ നിമിഷവും നിനക്ക് വേണ്ടിയായിരുന്നു. ഇനി എന്നാ എന്റെ കുട്ടിനെ കാണുക? നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മ ജീവിച്ചത്. എത്ര വിളിച്ചിന് വരാൻ പറഞ്ഞ വരാൻ പറ്റില്ല. എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോണം, ഇതിന് മാപ്പ് ചോദിക്കണം. ഹലോ ഇക്ക. എന്താടി? നിങ്ങളെവിടെ? ഞാൻ ഇവിടെ ബ്രോക്കറെ വീട്ടിന്ന് പറഞ്ഞാണ്. അതെ, നിങ്ങളൊന്ന് പെട്ടെന്ന് വരി. എന്തിനെ കരയണേ? ഞാൻ കാര്യൊക്കെ പറയാം. ഉമ്മാന്റെ കവറിന്റെ അടുത്ത് പോണം. എന്താ പെട്ടെന്ന്? ഇവിടെ നന്നാക്കിയപ്പോഴേ ഒരു ഡയറി കിട്ടി, ഉമ്മ എഴുതിയതാ. അതിലെഴുതിയ വായിച്ച് ഞാൻ ജനിച്ചൊന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യമുണ്ട്. എനിക്ക് ഉമ്മാന്റെ അടുത്ത് പോയി പൊരുത്തപ്പെടി വെക്കണം. സാരല്ല, ഞാൻ വെയിറ്റാണ്. എനിക്ക് പൊരുത്തപ്പെട്ട് തരുമ്പോ പുറത്തു വരുന്നേരത്തെ
എന്റെ ഉമ്മാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല.